കാശില്ലെന്ന് പറഞ്ഞിട്ട് ഇന്ന് എങ്ങനെ കൂടി നടന്നു മനുഷ്യ? ഒരു കാലില് ഷാപ്പ് ഉദ്ഘാടനം ഉണ്ടായിരുന്നടി, ഞാനായിരുന്നു ഉദ്ഘാടകൻ. അല്ല, ആത്മഹത്യ ചെയ്യാനല്ലായിരുന്നോ നീ കയറുമായിട്ട് പോയത്? അയ്യടാ, തുണി വിരിക്കാനുള്ള അഴ കെട്ടാൻ പോയതാ. രണ്ടാളെയും കണ്ടു പരിചയം തോന്നുന്നുണ്ടല്ലോ. നിന്റെ തന്തയും തള്ളയാടാ, വൃദ്ധസദനത്തിൽ നിന്ന് നിന്നെ കാണാനിറങ്ങിയതാ. ബൈക്കിന്റെ ചെലവ് ചെയ്യണം. കഴിഞ്ഞുള്ളത് ചെയ്യാം. ഇനി വിഷം കഴിച്ചാൽ പോലും മരിക്കില്ലെന്നോ? അതിലും മായമല്ലേ കുഞ്ഞേ. എന്ത് കാര്യത്തിനിറങ്ങിയാലും ഞാൻ 2 വട്ടം ആലോചിക്കും. ഓ, വട്ടം. ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ട കമിതാക്കളാ. രജിസ്റ്റർ മാരേജിന് വന്നതാ ഞങ്ങള്. നമ്മുടെ മോള് ഒരുത്തന്റെ കൂടെ ഒളിച്ചോടിയെന്ന് ഞാൻ സ്വപ്നം കണ്ടു. വെളുപ്പിനത്തെ സ്വപ്നം ഫലിക്കൂന്നാ. ഫലിച്ചാ മതിയായിരുന്നു. ഞാനും കണ്ടു അവളുടെ കയ്യിൽ നിന്റെ സ്വർണവും സാരിയൊക്കെ ഉള്ളതായിട്ട്. ഒരു രാത്രി കൊണ്ട് 4 കടയിൽ മോഷണം നടത്തിയ ഇവനാള് ചില്ലറക്കാരനല്ലല്ലോ സാറേ. ഇവന് താഴ് കച്ചവടാ. മോഷ്ടിച്ച കടകൾക്കൊക്കെ താഴ് കൊടുത്തത് ഇവനാ. എൻ്റെ മകന് പേരും പ്രശസ്തിയും ഉണ്ടാകുമെന്ന് ജോത്സ്യർ പറഞ്ഞത് നേരാ. കഴിഞ്ഞ ആഴ്ച അവനൊരു ATM മോഷ്ടിക്കാൻ കയറിയായിരുന്നു. അവിടുത്തെ ക്യാമറയിൽ മുഖം വന്നതുകൊണ്ട് പത്രത്തിലേക്ക് വന്ന് ഫേമസായി. പ്രേക്ഷകരെ ശരിക്കും ബോറടിപ്പിക്കുന്ന പടമായിപ്പോയെന്ന് പരാതിയുണ്ട്. ആവു, രക്ഷപ്പെട്ടു. ഈ പടം എത്രയും പെട്ടെന്ന് അവാർഡിനയക്കണം. ഒരു പുക പരിശോധന കേന്ദ്രത്തിൽ. സാറേ, ഈ പുകയൊന്ന് പരിശോധിച്ച. ഏതെങ്കിലും ഒരു നടിയെ തല്ലണമെന്ന് തോന്നിയ ഞാൻ തല്ലിയിരിക്കും. തല്ലുന്ന സീൻ എഴുതി ചേർത്ത് ആ സീനിൽ ഞാൻ തന്നെ അഭിനയിക്കും. നായകനെ ചുംബന സീൻ കുറച്ചധികം ചേർത്തോ? അങ്ങനെ ആയാൽ പ്രതിഫലം നന്നായി കുറയ്ക്കാമെന്ന് അയാൾ പറഞ്ഞിട്ടുണ്ട്. ദുഷ്ടകഥാപാത്രങ്ങളെ വളരെ തന്മയത്വത്തോടുകൂടി ചെയ്യുന്നത് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്നതുകൊണ്ട് ഒരു ഗ്യാപ്പിന് ശേഷമേ പുതിയതിൽ അഭിനയിക്കുള്ളൂവെന്നോ? പുറത്തിറങ്ങുന്ന നിമിഷം ജനങ്ങൾ എന്നെ കല്ലെറിയും. അങ്ങനെ കുറച്ചു നാള് ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വരും. അതാ. ആക്രമണ രംഗങ്ങൾ വളരെ ഭംഗിയായി ചെയ്യാൻ കഴിയുമെന്ന് എന്താ ഇത്ര ഉറപ്പ്? കൊല്ലും കൊലയും നടത്തുന്ന കൊട്ടേഷൻ ടീമിലാ സാറേ ജോലി. അന്യഭാഷാ ചിത്രങ്ങളിൽ അഭിനയിക്കുന്നത് കൊണ്ട് ഒരുപാട് പ്രയോജനമുണ്ട്. അവിടെ വസ്ത്രം കുറച്ച് മതി. കൂടാതെ വസ്ത്രം ചെറുതാകുന്നതിനനുസരിച്ച് പ്രതിഫലം കൂട്ടിക്കിട്ടുകയും ചെയ്യും. ഞാനൊരു പൈന്റ് വാങ്ങിച്ചു വെച്ചിരുന്നത് എന്തിയടി, അവരെടുത്തോ? ആ, പൂച്ച എത്ര നേരം വെച്ചാ മനുഷ്യ മീനും നോക്കിയിരിക്കുക. എൻ്റെ പുതിയ സിനിമ പ്രേക്ഷകരെ അവസാനം വരെ പിടിച്ചിരുത്തും. നായകനെ കൊണ്ട് ഇടയ്ക്കിടെ ദയവായി നിങ്ങൾ ആരും എഴുന്നേറ്റ് പോകരുതേ എന്ന് പറയിപ്പിക്കുന്നുണ്ട്.